ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദർസുൽ ആഷിർ, 10ാമത്തെ പാഠം. 10ാമത്തെ പാഠത്തിൽ അൽ മുലാരി, അൽ ഫീലുൽ മുലാരി പഠിപ്പിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഫീല് 3 ഇനമുണ്ട്. ഫീലുൽ മാലി ഭൂതകാലക്രിയ, അൽ ഫീലുൽ മുലാരി വർത്തമാന ഭാവികാലക്രിയ. അറബിയിൽ വർത്തമാനക്രിയയും ഭാവികാലക്രിയയും രണ്ടും അൽ മുലാരി ഫീലിലാണ് വരാം. 3ാമത്തെ ഇനം അൽ ഫീലുൽ അമ്ര, കൽപ്പനാക്രിയ. ഇങ്ങനെ 3 ഇനങ്ങളാണ് ക്രിയകൾക്കുള്ളത്. ഭൂതകാലം, വർത്തമാന ഭാവി അൽ മുലാരി, അൽ അമ്ര കൽപ്പനാക്രിയ, അൽ ഫീലുൽ അമ്ര. അപ്പോൾ ഈ പാഠം മുതൽ അൽ മുലാരി, അൽ ഫീലുൽ മുലാരി പഠിക്കാൻ പോവാണ്. വർത്തമാന ഭാവി കാലക്രിയ. ബാറക്കല്ലാഹു ഫീക്കും. ദഹബ സക്കരിയ ലി സിയാറത്തി ഹാമിദിൻ ബഅദ സ്വലാത്തിൽ ഫജ്രി. ഫജ്ർ സ്വലാത്തിന് ശേഷം ഹാമിദിനെ സന്ദർശിക്കാൻ സക്കരിയ പോയി. ദഹബ അവൻ പോയി, സക്കരിയ. അപ്പോൾ ഇവിടെ ലാഹിറാണ്, മുസ്തത്തിറല്ല. ഫായില് സക്കരിയ, ഫായില് മുസ്തത്തിറാണ്. ദഹബ സക്കരിയ, സക്കരിയ പോയി. ലി സിയാറത്തിൻ സന്ദർശിക്കാൻ. സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം. അതിൻ്റെ ഇപ്പുറം അർഫുജർ ലി ഇട്ടാൽ എന്നുള്ള അർത്ഥം വരും. അപ്പോൾ സന്ദർശിക്കാൻ വേണ്ടി ഹാമിദിനെ ബാദ ശേഷം സ്വലാത്തിൽ ഫജരി. ബാദക്ക് ശേഷമുള്ള ഇസ്മ കസ്റാണ്, മുദാഫിലെ മജ്റൂറാണ്. അതുകൊണ്ട് സലാത്തിൽ ഫജിരി, അസർ നിസ്കാരത്തിന് ശേഷം, ഫജ്ർ നിസ്കാരത്തിന് ശേഷം. അപ്പോൾ സലാത്തി മുദാഫ്, അൽ ഫജ്രി മുദാഫിലെ മജ്റൂർ. സലാത്തി മുദാഫിലെയാണ് ബാദക്ക് ശേഷം വന്നുകൊണ്ട് മജ്റൂർ. പിന്നെ വഹുവ മുദാഫ്, അൽ ഫജ്രി മുദാഫിലെ മജ്റൂർ. വലാകിന്നഹു പക്ഷേ അദ്ദേഹം, മാ വജദഹു അദ്ദേഹത്തെ കണ്ടില്ല, ഫിൽ ബൈത്തി വീട്ടിൽ. ഫകാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലി ഇബ്നിഹി അദ്ദേഹത്തിൻ്റെ മകനോട്, മൂസ എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു, ഐന അബൂക്ക നിൻ്റെ ഉപ്പ എവിടെ? ഓക്കെ. അപ്പോൾ വലാക്കിന്ന നമുക്കറിയാം ഇന്നൻ്റെ സഹോദരിയാണ്. അപ്പോൾ വലാക്കിന്നക്ക് ശേഷം ഹൂ വന്നാൽ അതെന്താ? ഇസ്മു ലാക്കിന്ന. മാ വജദ എന്താ? ഫീലാണ്. അപ്പോൾ ജുംല ഫീലിയ ഖബറു ലാക്കിന്ന. മാ വജദ, മാ ഇല്ല, വജദ അവൻ കണ്ടു. അപ്പം മാ വജദ അവൻ കണ്ടിട്ടില്ല. ഹു ആരെ കണ്ടിട്ടില്ല? ഹു അദ്ദേഹത്തെ. ആരെ? ഹാമിദിനെ കണ്ടിട്ടില്ല സക്കരിയ. മാ വജദഹു ഹാമിദിനെ സക്കരിയ കണ്ടിട്ടില്ല. ഹു എന്താണ്? ഹാമിദാണ്. ഹു അദ്ദേഹത്തെ. ആരെ? അദ്ദേഹത്തെ. അപ്പോൾ മഫൂലും ബിഹി മൻസൂബ്. വജദ ഫീൽ, ഹു മഫൂലും ബിഹി മൻസൂബ്. അപ്പോൾ ഇവിടെ ജുംല ഫീലിയാണ് ലാക്കിന്നിൻ്റെ ഖബറായിട്ട് വരുന്നത്. ഫി ഹർഫുജർ, അൽ ബൈത്തി ഇസ്മു മജ്റൂർ. ഫകാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലി ഇബ്നിഹി അദ്ദേഹത്തിൻ്റെ മകനോട്. അപ്പോൾ ഇവിടെ ഹർഫുജർ ലി, ഇവിടെ എന്താ അർത്ഥം? ലി ഇബ്നിഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനോട്. മുകളിൽ ലി സിയാറത്ത് എന്ന് പറഞ്ഞപ്പോൾ ആ ഹർഫുജർ ലീൻ്റെ അർത്ഥം എന്താ? ആൻ. അപ്പോൾ സന്ദർശിക്കാൻ. അപ്പോൾ ഹർഫുജർ ലീക്ക് ഇങ്ങനെ പല അർത്ഥങ്ങളും സന്ദർഭത്തിനനുസരിച്ചിട്ട് നമ്മൾ വാക്യം നോക്കിയിട്ട് മനസ്സിലാക്കണം. ഓക്കെ. ബാറക്കല്ലാഹു ഫീക്കും. ഐന അബൂക്ക എന്നാണ് പറഞ്ഞത്, അഥവാ ചോദിച്ചത്, നിൻ്റെ ഉപ്പ എവിടെ? അപ്പോൾ മൂസ മറുപടി പറഞ്ഞു, റഹബ ഇല സൂക്കി അദ്ദേഹം സൂക്കിലേക്ക് പോയി. ആര്? ഹാമിദ്. അപ്പോൾ ഇവിടെ ദഹബൻ്റെ ഉള്ളിൽ ഫായിൽ മുസ്തത്തിർ, ഹുവ മുസ്തത്തിർ ഒളിഞ്ഞു കിടക്കുകയാണ് ഫായിൽ. ഇവിടെ ലാഹിറായിട്ടില്ല.
ആദ്യത്തെ വാക്യത്തിൽ സഹബ സക്കരിയ എന്ന് പറഞ്ഞപ്പോൾ അത് ലാഹിറാണ്. ഇവിടെ സഹബ എന്ന് പറഞ്ഞപ്പോൾ മുസ്തത്തിറാണ്. പക്ഷെ ഇവിടെ ആരാ സഹബയിൽ ഹുവ ആരാ? അത് ഹാമിദാണ്. ഹാമിദ് സൂക്കിലേക്ക് പോയി. അപ്പോൾ സക്കരിയ അയസ്ഹബു ഇല സൂക്കി കുല്ലി യൗമിൻ, എല്ലാ ദിവസവും അദ്ദേഹം സൂക്കിലേക്ക് പോകുമോ? എല്ലാ ദിവസവും അദ്ദേഹം സൂക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലേക്ക് പോകുമോ? അപ്പോൾ ഇവിടെ അൽ ഫീലുൽ മുനാരി പഠിപ്പിക്കുകയാണ്. യദ്ഹബു, ദഹബ എന്ന മാലി ഭൂതകാലക്രിയൻ്റെ മുതാരി വർത്തമാന ഭാവി കാലക്രിയ യദ്ഹബു ആണ്. അപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം സൂക്കിലേക്ക് പോകുമോ? ഓക്കെ, അപ്പോൾ അത് എന്താണ്? ഭാവികാല ക്രിയയാണ്. ഈ വാക്യത്തിൽ ഭാവികാല ക്രിയയാണ്. യദ്ഹബു വർത്തമാനവും ആകാം ഭാവിയുമാകാം. അപ്പോൾ എന്താണ് യദ്ഹബു? ഇവിടെ എന്താ വ്യത്യാസം? ദഹബ എന്ന ഫീല് അതിന് മുന്നേ യാ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ യാ ആണ് ഫീലുൽ മുനാരിയാന്ന് സൂചിപ്പിക്കുന്ന അടയാളം യാ. അപ്പോൾ യാ ചേർത്തിയിട്ടുണ്ട്. പിന്നെ ദഹബയിലെ ഫാ കലിമ ദാക്ക് ഫത്തഹാണ്. അത് മുനാരിയായപ്പം ആ ഫാ കലിമ ദഹബയിലെ എന്തായി? യദ്ഹബു, ദാക്ക് സുക്കൂനായി. ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ മാലിയായ ദഹബയിലെ ദാക്ക് ഫത്തഹ് എന്നുള്ളത് മുലാരിയിലായപ്പം ആ ഫാ കലിമ എന്തായി? സുക്കൂനായി. യദ്. പിന്നെ ഹബു, ബാക്ക് ലമ്മത്തായി. ദഹബ എന്ന ഭൂതകാല ക്രിയ മാലിക്ക് ബാ ഫത്തഹത്താണ്. പക്ഷെ അത് മുലാരി ആയപ്പം ബാ എന്തായി? ബൂ ആയി. അപ്പോൾ യദ്ഹബു. നമ്മൾ മാലി പഠിച്ചപ്പോൾ പഠിച്ചതാണ് ഫാ കലിമയും ലാം കലിമയും എപ്പോഴും ഫത്തഹത്തായിരിക്കും. പക്ഷെ ഐൻ കലിമ ഫത്തഹത്താകാം ദഹബ, കസ്രത്താകാം സമിയ, ലമ്മത്താകാം കറുമ. ഐൻ കലിമ ലമ്മത്തും ആകാം ഫത്തഹത്തും ആകാം കസ്റാകാം. പക്ഷേ ഫാ കലിമയും ലാം കലിമയും എപ്പോഴും ഫത്തഹത്തായിരിക്കും. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ മുലാരിയിൽ ഫാ കലിമ എന്തായി? സുക്കൂനായി. ലാം കലിമ എന്തായി? ലമ്മത്തായി. ഇനി ഐൻ കലിമ യദ്ഹബുലെ ഹ, അത് മാലി പോലെ തന്നെ ഫത്തഹത്താകാം, കസ്റത്താകാം, ലമ്മത്താകാം. ബാറക്കല്ലാഹു ഫീക്കും. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. അപ്പോൾ യദ്ഹബു ഇലസ്സൂക്കി കുല്ലിയോ. അപ്പോൾ ഇവിടെ യാ എന്താണ്? ഫീലിനോട് മുമ്പ് ചേർത്തിയിട്ടുള്ള ഒരു അടയാളമാണ്. അപ്പോൾ യാ കലിമ മുലാരിയുടെ അടയാളമാണ്. ഇങ്ങനെ 3 അടയാളങ്ങൾ വേറെയും ഉണ്ട് ഫീലിൻ്റെ കൂടെ ചേർത്തുന്ന മുലാരിയിൽ. അത് തായാണ്, നൂനാണ്, ഹംസയാണ്. എളുപ്പത്തിൽ ഓർമ്മിക്കാൻ ഈ 4 അത്തൈന എന്ന് പഠിക്കുക. അത്തൈന. അപ്പോൾ ഒന്നുകിൽ ഹംസ ചേർത്തും, അല്ലെങ്കിൽ താ ചേർത്തും, അല്ലെങ്കിൽ യാ ചേർത്തും, അല്ലെങ്കിൽ നൂൻ ചേർത്തും. അപ്പോൾ ഇവിടെ നമ്മൾ യാ ചേർത്തിയത് പഠിച്ചു. യദ്ഹബു, യാ ആണ് ചേർത്തിയത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ മൂസ പറയാണ്, നാം, അതെ, യദ്ഹബു ദായിമൻ, എപ്പോഴും അദ്ദേഹം പോകും. ദായിമൻ നമുക്കറിയാം എപ്പോഴും. ഇലസ്സൂക്കി, മാർക്കറ്റിലേക്ക്. ബഅദ സ്വലാത്തിൽ ഫജ്റി, ഫജ്ർ നിസ്കാരത്തിന് ശേഷം എപ്പോഴും അദ്ദേഹം സൂക്കിലേക്ക് പോകും. സക്കരിയ മത്താ യർജിഉ മിനസ്സൂക്കി, മാർക്കറ്റിൽ നിന്ന് എപ്പോൾ അദ്ദേഹം മടങ്ങുന്നു? എപ്പോൾ അദ്ദേഹം മടങ്ങുന്നു? അപ്പോൾ ഇവിടെ വേറൊരു മുലാരിയായ ഫീല് റജഅൻ്റെ യർജിഉ. ഒന്നും കൂടി നോക്കൂ. റജഅ, ഫാ കലിമ റാ, എന്തായി? റാക്ക് സുക്കൂനായി മുലാരിയായപ്പം. യർ സുക്കൂനായി. പിന്നെ റജഅൻ്റെ ജ, ഐൻ കലിമ എന്തായി?
യർജി കസറായി. ഐൻ കലിമ കസറാകാം, ഫതഹത്താകാം, ലമ്മത്താകാം. അപ്പോൾ ഐൻ കലിമ ഇവിടെ യർജി കസറായി. ലാം കലിമ പക്ഷെ ലമ്മത്ത് തന്നെ, യർജി ഉ. റജ ആ ലാം കലിമ ഫതഹത്ത് മാദി റജ റജ ഫതഹത്ത് എന്തായി? യർജി ഉ ലമ്മത്തായി. പിന്നെ യർജിയു യാ കലിമ ഇതിനോട് ചേർത്തിയിട്ടുണ്ട്, അതാണ് മുളാരിൻ്റെ അടയാളം, യർജിയു. അപ്പോൾ ദഹബ യദ്ഹബു, റജ യർജിഉ. ഇത് മനപ്പാടാക്കിയേ പറ്റുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് മനപ്പാടാക്കാനുള്ള എളുപ്പ വഴി പിന്നെ പറഞ്ഞുതരാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം മത എപ്പോൾ? യർജിയു മടങ്ങുന്നു, മിനസ്സൂക്കി മാർക്കറ്റിൽ നിന്ന്. ആ മൂസ പറയാം, യർജിയു മടങ്ങുന്നു, ഫിസ്സാഅത്തി സാബിയത്തി 7 മണിക്ക് മടങ്ങുന്നു. വ അഹിയാനൻ ചിലപ്പോൾ, അഹിയാന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ, സംടൈംസ്. ഫിസ്സാഅത്തി സാമിനത്തി 8 മണിക്ക്, ചിലപ്പോൾ 8 മണിക്കും അദ്ദേഹം മടങ്ങുന്നു. സക്കരിയ മാദാ യഫ്അലു ഫിൽ ബൈത്തി, വീട്ടിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അപ്പോൾ വേറൊരു മുളാരി ഫീൽ യഫ്അലു, ഫഅല യഫ്അലു. അപ്പം നോക്ക്, യാ എന്നുള്ള അത് ചേർത്തിയിട്ടുണ്ട്, മുളാരിൻ്റെ അടയാളം യാ, യഫ്അലു തുടക്കത്തിൽ ചേർത്തിയിട്ടുണ്ട്. മാദിൻ്റെ ഫഅലൻ്റെ ഫ എന്തായി? ഫ് സുക്കൂനായി. പിന്നെ ഐൻ കലിമ ആ എന്നെ ഫത്തഹ്. ലാം കലിമ എന്തായി? യഫ്അലു ലമ്മത്ത്, ഫഅല യഫ്അലു. അപ്പോൾ ദഹബ യദ്ഹബു, റജഅ യർജിയു, ഫഅല യഫ്അലു. മാദാ യഫ്അലു ഫിൽ ബൈത്തി, വീട്ടിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മൂസ യഖ്റഉ സുഹുഫ, പത്രം വായിക്കുന്നു. വ യസ്മഉൽ അഖ്ബാറ, വാർത്ത കേൾക്കുന്നു. മിനൽ ഇസാഅത്തി, റേഡിയോയിൽ നിന്ന്. അപ്പോൾ ഇവിടെ വേറെ 2 മുളാരിഫിലും കൂടി പഠിക്കുകയാണ്. ഖറഅ യഖ്റഉ, സമിയ യസ്മഉ. അപ്പോൾ ഖറഅ യഖ്റഉ യാ എന്നുള്ള മുളാരിൻ്റെ അടയാളം ചേർത്തി. യഖ് ഖാന് സുക്കൂൻ, റാ ഉ ലമ്മത്ത്. യസ്മഉ സീന് സുക്കൂന്, ആദ്യ യാ കലിമ ചേർത്തി, മുളാരിൻ്റെ അടയാളം സീന് സുക്കൂന്, മാ ഉ ഉ ലമ്മത്ത്, ലാം കലിമ ലമ്മത്ത്. അപ്പോൾ ദഹബ യദ്ഹബു, റജഅ യർജിഉ, ഖറഅ യഖ്റഉ, സമിയ യസ്മഉ. അപ്പോൾ യഖ്റഉ സുഹുഫ, പത്രം വായിക്കുന്നു. വ യസ്മഉ, കേൾക്കുകയും ചെയ്യുന്നു. അൽ അഖ്ബാറ, വാർത്ത. മിനൽ ഇസാഅത്തി, വാർത്തകൾ കേൾക്കുന്നു റേഡിയോയിൽ നിന്ന്. സക്കരിയ മതാ യദ്ഹബു ഇലൽ മസ്നഇ, ഫാക്ടറിയിലേക്ക് എപ്പോൾ പോകുന്നു? മസ്ന എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് ഫാക്ടറി, എന്തുണ്ടാക്കുന്ന സ്ഥലമാണ് മസ്ന. സന എന്ന് പറഞ്ഞാൽ ഫീലാണ്, അവനുണ്ടാക്കി. മസ്ന അതിൻ്റെ കൂടെ മീമ് ചേർത്തിയിട്ട് മസ്നഉ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന സ്ഥലം. സജദ അവൻ സുജൂദ് ചെയ്തു. മസ്ജിദു മീമ് ചേർത്തിയാൽ മസ്ജിദു, മസ്ജിദുൻ സുജൂദ് ചെയ്യുന്ന സ്ഥലം. മൂസ യസ്ഹബു ഫിസ്സാഅത്തി താസിയത്തി വന്നിസ്ഫ്, അദ്ദേഹം പോകുന്നു 9:30. താസിയ എന്ന് പറഞ്ഞാൽ 9, നിസ്ഫ് എന്ന് പറഞ്ഞാൽ പകുതി, നമ്മൾ പഠിച്ചതാണ്. 9:30 അദ്ദേഹം ഫാക്ടറിയിലേക്ക് പോകുന്നു. സക്കരിയ വ മത യർജിയു മിൻ ഹുനാക്ക, അവിടെ നിന്ന് എപ്പോൾ അദ്ദേഹം മടങ്ങുന്നു? മൂസ യർജിയു ഫിസ്സാഅത്തിൽ വാഹിദത്തി, 1 മണിക്ക് അദ്ദേഹം മടങ്ങുന്നു. വന്നിസ്ഫ് അപ്പോൾ 1:30. ഔ അസാനിയത്തി അല്ലെങ്കിൽ 2 മണി. അപ്പോൾ 1:30 അല്ലെങ്കിൽ 2 മണിക്ക് അദ്ദേഹം മടങ്ങുന്നു. എവിടുന്ന്? ഫാക്ടറിയിൽ നിന്ന്. സക്കരിയ
യദ്ഹബു ഇലൽ മസ്നഇ മറത്തൻ ഉഹ്റ ബാദൽ ലുഹറി. അപ്പോൾ ഈ 1:30 മണിക്കോ ശേഷം മടങ്ങിയാൽ ലൊഹറിന് ശേഷം മറ്റൊരു പ്രാവശ്യം അദ്ദേഹം വീണ്ടും ഫാക്ടറിയിലേക്ക് പോകുമോ? യദ്ഹബു അദ്ദേഹം പോകുമോ? ഇലൽ മസ്നഹി ഫാക്ടറിയിലേക്ക് മറത്തൻ പ്രാവശ്യം ഉഹ്റ മറ്റൊരു പ്രാവശ്യം അഥവാ വീണ്ടും പോകുമോ? ബാദ ശേഷം ലുഹരി ലുഹറിന് ശേഷം. മൂസ ഇല്ല ലാ യദ്ഹബു ബാദൽ ലുഹരി ലുഹറിന് ശേഷം അദ്ദേഹം പോവുകയില്ല. യജ്ലിസു ഹുന ഫി മക്തബിഹി ഈ ലൈബ്രറിയിൽ അദ്ദേഹം ഇരിക്കുന്നു. ബാദ സലാത്തിൽ അസ്ർ സലാത്തിന് ശേഷം. അപ്പോൾ ഇതാ വേറൊരു മുലാരി ഫീൽ യജ്ലിസു ജലസ യജ്ലിസു. അപ്പോൾ ജലസ എന്തായി? യജ്ലിസു. യാ ചേർത്തി മുലാരിൻ്റെ അടയാളം, ജീമിന് സുക്കൂനായി, പിന്നെ ലാമ് കസറായി, പിന്നെ സീന് ലമ്മത്ത് യജ്ലിസു. ജലസ യജ്ലിസു. ദഹബ യദ്ഹബു റജഅ യർജിഉ ഖറഅ യഖ്റഉ സമിയ യസ്മഉ ജലസ യജ്ലിസു. ബാറക്കല്ലാഹു ഫീക്കും. സക്കരിയ കം ആമിലൻ എത്ര പണിക്കാരുണ്ട്? ആമിലൻ എന്ന് പറഞ്ഞാൽ ജോലിക്കാർ. എത്ര പണിക്കാരുണ്ട്? യഅ്മലു ഫി മസ്നഇകും നിങ്ങളുടെ ഫാക്ടറിയിൽ എത്ര പണിക്കാർ പണിയെടുക്കുന്നുണ്ട്? യഅ്മലു അവർ പണിയെടുക്കുന്നു. വേറൊരു ഫീൽ അമല യഅ്മലു. മൂസ മസ്നഉന നമ്മുടെ ഫാക്ടറി ലൈസ ബി കബീറിൻ വലുതല്ല. നമുക്കറിയാം ലൈസ വന്ന ബി ചേർക്കണം. ലൈസ ബി കബീറിൻ വലുതല്ല. യഅ്മലു ഫീഹി അതിൽ പണിയെടുക്കുന്നു. മിഅത്തുൻ 100 വഹംസത്തുൻ 5 വഇശ്റൂൻ 20. അപ്പോൾ 125. ഇത് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. മിയത്തുൻ വഹംസത്തു വഇശ്റൂൻ 125 പണിക്കാർ അതിൽ പണിയെടുക്കുന്നുണ്ട്. ആമിലൻ ജോലിക്കാർ. മുഹന്ദിസാനി 2 എഞ്ചിനീയർമാരും. മുഹന്ദിസുൻ എഞ്ചിനീയർ, മുഹന്ദിസാനി 2 എഞ്ചിനീയർമാർ. സക്കരിയ അസ്സാഅത്തു സമയം അൽ ആന ഇപ്പോൾ അത്താസിയത്തു ഇല്ലാ റുബഅൻ 8 മണി കാലൊഴികെ. ഇങ്ങനെയാണ് അറബി പറയാം. 8 മണി കാലൊഴികെ. അപ്പോൾ 8 മണിയല്ല 9 മണി. അത്താസിയ 9 മണി. 9 മണി കാൽ ഒഴികെ. അപ്പോൾ 9 മണി കാലൊഴികെ എന്ന് പറഞ്ഞാൽ എന്താ? 8:45. അപ്പോൾ കാ മണിക്കൂർ. അപ്പോൾ 9 മണിക്ക് 9 മണിൻ്റെ കാ മണിക്കൂർ മുമ്പ്, അതായത് 8:45. അത്താസിയത്തു 9 മണി ഇല്ല ഒഴികെ റുബഅൻ. അപ്പോൾ 9 മണി ആയിട്ടില്ല. കാ മണിക്കൂർ ഒഴികെ എന്ന് പറയുമ്പോൾ 8:45 ഇങ്ങനെ ഉള്ള പ്രയോഗത്തിന് പറയുക. അപ്പോൾ അൽ ഹാമിസത്തു ഇല്ല റുബ എന്ന് പറഞ്ഞാലോ 5 കാലൊഴികെ എന്ന് പറഞ്ഞാലോ അപ്പോൾ 4:45. ഇനി അസാലിസത്തു ഇല്ല റുബ എന്ന് പറഞ്ഞാലോ 3 മണി കാലൊഴികെ. അപ്പോൾ എത്ര സമയം? 2:45. ഇങ്ങനെയാണ് അറബിയിൽ സമയം പറയാം. ബാറക്കല്ലാഹു ഫീക്കും. അസിത്തത്തു ഇല്ല റുബൻ 6 മണി കാലൊഴികെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 5:45. ബാറക്കല്ലാഹു ഫീക്കും. വമാ റജ അബൂക്ക. അപ്പോൾ ഇപ്പോൾ സമയം 8:45. നിൻ്റെ ഉപ്പ മടങ്ങി വന്നിട്ടില്ല. വമാ റജ അദ്ദേഹം മടങ്ങി വന്നിട്ടില്ല. അബൂക്ക നിൻ്റെ ഉപ്പ. മൂസ ലഅല്ലഹു അദ്ദേഹമായേക്കാം. യർജിയു മടങ്ങുന്നു. അദ്ദേഹം മടങ്ങിയേക്കാം. അൽ യൗമ ഇന്ന്. മുതഅഖിറൻ വൈകിട്ട്. അപ്പോൾ ഇന്ന് എന്തോ കാരണത്താൽ അദ്ദേഹം
വൈകിട്ടാണ് മടങ്ങിയേക്കാം. ലഅല്ല നമ്മൾ പഠിച്ചതാണ്. ഇന്നൻ്റെ സഹോദരിയാണ് ലഅല്ല. അപ്പോൾ ലഅല്ലഹു, ഹു എന്താണ്? ഇസ്മു ലഅല്ല. യർജിഉ ഫീൽ ഖബറു ലഅല്ല. ജുംല ഫീലിയ ഖബറു ലഅല്ല. റജഅ യർജിഉ. മുലാരി ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദമായിട്ട് പഠിക്കും. ബാറക്കല്ലാഹു ഫീക്കും. എളുപ്പത്തിൽ പഠിക്കാനുള്ള മാർഗ്ഗങ്ങളും ഇൻഷാ അല്ലാഹ് മെല്ലെ മെല്ലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു തരാം. ബാറക്കല്ലാഹു ഫീക്കും.